നോ കമന്റ്സ്. ഞാൻ നോ കമന്റ്സ്. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന CPM-ന്റെ പുതിയ രേഖ ഞങ്ങൾക്കൊരു ഞെട്ടലും ഉണ്ടാക്കുന്നില്ല. കാരണം കാലങ്ങളായിട്ടുള്ള രഹസ്യബന്ധമാണ് ഇപ്പോൾ അതിലൂടെ പുറത്തായിരിക്കുന്നത്. ഇപ്പോൾ CPM കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലെയും തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റുകളും അല്ല, നവ ഫാസിസ്റ്റുകളും അല്ല, അവരാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ എന്നുള്ളൊരു പുതിയ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഫാസിസവുമായി എല്ലാ കാലത്തും കേരളത്തിലെ CPM സന്ധി ചെയ്തിട്ടുണ്ട്, സംഘപരിവാറായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന ഒരു പുതിയ ഒരു രേഖ അവതരിപ്പിച്ച് ഈ മോദി സർക്കാരുമായി കൈകോർക്കാനും സംഘപരിവാറുമായി സന്ധി ചെയ്യാനും അവർക്ക് കീഴടങ്ങാനുമുള്ള CPM തീരുമാനത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇത്തരമൊരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തതും അവരാണ് ഈ സംഘപരിവാർ ബാന്ധവം ആഗ്രഹിക്കുന്നതും. അതിൻ്റെ പരിണത ഫലമാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല. ഈ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ പെട്ട CPI അതിശക്തമായി പറയുന്നു ഇവർ ഫാസിസ്റ്റ് സർക്കാരാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അതിശക്തമായി പറയുന്നു ഇത് ഫാസിസ്റ്റ് സർക്കാരാണ്. ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന CPM മോഡി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന കണ്ടുപിടുത്തം തീർച്ചയായും സംഘപരിവാറിന് വിധേയരായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തീരുമാനത്തിന്റെ ഭാഗവും സംഘപരിവാറിന് ഇന്ത്യയിലെ CPM നൽകുന്ന സർട്ടിഫിക്കറ്റുമാണ്. ഇതിലെന്താണ് മറുപടി പറയാനുള്ള ആ രേഖ ഇപ്പം എല്ലാവർക്കും പരസ്യമായി കഴിഞ്ഞു, എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ സമരം ദുരന്തബാധിതർ നടത്തിയതാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവത്തിന് ശേഷം അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുള്ളത്. തലസ്ഥാനത്തും അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചൊരു സമരവും നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അതിനെ 7-ാം മാസത്തിലേക്ക് കടക്കുകയാണ് ദുരന്തം ഉണ്ടായിട്ട്. എന്താണ് സർക്കാർ ചെയ്തത്? അവിടെ പരിക്ക് പറ്റിയവർക്കുള്ള ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല. ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകൾ തന്നെത്താൻ പണം ഉണ്ടാക്കിയാണ് അവിടെ ചികിത്സിക്കുന്നത്. എത്ര കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്? ഇതുവരെ പുനരധിവാസത്തിന് വേണ്ട സ്ഥലം ഫൈനലൈസ് ചെയ്തിട്ടില്ല. 30 ലക്ഷം രൂപയ്ക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ പോയി ഇല്ലേ? അപ്പോൾ കുറയ്ക്കാന്നൊക്കെ പറയാ. 30 ലക്ഷം രൂപയ്ക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വീടുമില്ല. 10 സെന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം 5 സെന്റായി. എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. സ്ഥലം ഇതുവരെ എടുത്തിട്ട് പോലും 7 മാസമായി. ഇത്തരം സ്ലോ ആയി മന്ദഗതിയിൽ ഇല്ല, അനങ്ങാതെ കിടക്കാണ്. സ്വാഭാവികമായും അവിടെ ഈ ഇരകളായ ആളുകൾ സമരം ചെയ്യും. അവർക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും. അവിടുത്തെ MLA കൂടിയായ അഡ്വക്കേറ്റ് സിദ്ദിഖ് MLA-യുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ നടക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കും. ഞങ്ങൾ ആ സമരത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കും. ഞങ്ങൾ സർക്കാരിന് പിന്തുണ കൊടുത്ത പ്രതിപക്ഷമാണ്. ഉപാധികളില്ലാതെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒരു ഉപാധികളുമില്ലാതെ പൂർണ്ണമായി പിന്തുണ കൊടുത്താണ് ഞങ്ങൾ. ഞങ്ങളുടെ സഹകരണം ഉണ്ട് എല്ലാ കാര്യത്തിലും. ഞങ്ങൾ തന്നെ 100 വീട് ഞങ്ങളുടെ, 100 വീട് മുസ്ലിം ലീഗിന്റെ, 100 വീട് കർണാടക ഗവൺമെന്റിന്റെ, 30 വീട് യൂത്ത് കോൺഗ്രസിന്റെ. ഇതൊന്നും പണിയാൻ പറ്റുന്നില്ലല്ലോ. സ്ഥലം പോലുമില്ല. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പണം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം 10 ലക്ഷം രൂപയാണ് വീടിന് പറഞ്ഞത്, പിന്നെ 15 ലക്ഷം രൂപ പറഞ്ഞു, അപ്പോഴും പറഞ്ഞു കൊടുക്കാമെന്ന്. ഇപ്പം 30 ലക്ഷം രൂപയ്ക്ക് ഇപ്പം പലരും പിന്മാറി. അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് പേര് പിന്മാറി. ഇവർ 4 മന്ത്രിമാരുണ്ട് ഇതിന് ചുമതലയുള്ളവർ. ആ 4 മന്ത്രിമാർ ഒരുമിച്ചൊരു യോഗം പോലും ചേർന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ദുരന്തബാധിതരോട് പൂർണ്ണമായ അവഗണന. ആദ്യം കുറേ ആരംഭശൂരത്വം കാണിച്ചു, കുറേ ബഹളം. പ്രധാനമന്ത്രി വന്നു പോയതോടുകൂടി ഇറങ്ങി. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ അതിനേക്കാൾ കഷ്ടം. ഇവിടെ ഉള്ള പൈസ പോലും ചെലവാക്കുന്നില്ല, അവർ പണവും തരുന്നില്ല. 2 ഗവൺമെൻറ്റുകൾ കൂടി അവിടുത്തെ പാവങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. ഇതിനെതിരാണ് സമരം.